മുംബൈ ഏണസ്റ്റ് ആൻഡ് യങ് ഇന്ത്യ കമ്പനി ജോലിക്കാരിയായിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ വിവാദ പരാമർശവുമായി എത്തിയ മന്ത്രി നിർമ്മല സീതാരാമനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത്. നിർമ്മല സീതാരാമന്റെ പ്രസ്താവന യുവജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഡിവൈഎഫ്ഐ പ്രസ്താവനയിൽ പറഞ്ഞു. ഷീജ ചേരുന്നു. ഷീജ, മനസാക്ഷിയില്ലാത്തൊരു പ്രസ്താവനയാണ് നിർമ്മല സീതാരാമൻ ഇന്നലെ നടത്തിയത്. കോർപ്പറേറ്റുകളോട് ഇവർക്ക് എത്രമാത്രം വൈകാരിക ബന്ധമുണ്ട് എന്നുകൂടി ഈ പ്രസ്താവന സൂചിപ്പിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതികരണം എങ്ങനെയാണ് ഷീജ? സമ്മർദ്ദം കാരണമാണ്. പക്ഷെ അപ്പോഴാണ് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് നിർമ്മല സീതാരാമൻ സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തൊഴിലാളികളോടും യുവാക്കളോടുമുള്ള പരിഹാസവും വെല്ലുവിളിയുമാണെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തുന്നു. കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചും തൊഴിൽ ചൂഷണം അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഏതായാലും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഇന്ന് ഇതിന്റെ ഭാഗമായുള്ള യുവജന പ്രതിഷേധം നടക്കുന്നതായിരിക്കും. ഷമ്മി. ഷീജ, ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെയാണ് ഈ കാര്യത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് കുട്ടികളെ വീട്ടിൽ നിന്ന് ആത്മവിശ്വാസം പഠിപ്പിക്കണം, ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കണം എന്നൊക്കെയാണ് ധനമന്ത്രി പറയുന്നത്. അതായത് ഈ കോർപ്പറേറ്റുകൾ ഇത്രയും മനസാക്ഷിരഹിതമായി ജോലി സമ്മർദ്ദം ഇവർക്ക് നൽകുന്നതിനെ സംബന്ധിച്ച് ഒരാശങ്കയും നിർമ്മല സീതാരാമനില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും അവർ നടത്തിയിട്ടുമില്ല. ഇപ്പോൾ കുറ്റം വീട്ടുകാർക്കും ഈ കുട്ടിക്കുമാണ്. ഷീജ, തീർച്ചയായും നിർമ്മല സീതാരാമന്റെ പ്രതികരണം ആ രീതിയിൽ തന്നെയാണ്. കാരണം അന്നയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള തൊഴിൽ ചൂഷണങ്ങൾ കോർപ്പറേറ്റ് മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന വിഷയം കൃത്യമായി എല്ലാവർക്കും മുന്നിലേക്ക് എത്തിയതാണ്. പക്ഷേ എന്നാൽ പോലും ആ വിഷയത്തിലേക്ക് കടക്കാതെ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് നിർമ്മല സീതാരാമൻ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഷമി. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശോഭ കരഞ്ചലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഈ കുട്ടിയുടെ മരണം വളരെ വേദനിപ്പിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തും, ഇത്തരത്തിൽ കോർപ്പറേറ്റ് മേഖലയിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് പറയുമ്പോഴാണ് അതേ മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഈ കാര്യത്തിൽ നേരെ വിപരീതമായ മറ്റൊരു സമീപനം എടുക്കുന്നത്. ഷീജ. മുംബൈ കമ്പനി ജോലിക്കാരിയായിരുന്ന അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ വിവാദ പരാമർശവുമായി മന്ത്രി നിർമ്മല സീതാരാമൻ. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ശക്തമായി രംഗത്ത് വന്നു. ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഈ കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം നടക്കുന്ന ഈ കോർപ്പറേറ്റ് തല കമ്പനികളിൽ ഇത് സംബന്ധിച്ച കൃത്യമായ പഠനവും ഇത് സംബന്ധിച്ച നിയന്ത്രണവും ഉണ്ടാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും ആവശ്യപ്പെടുന്നത്. എന്നാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കോർപ്പറേറ്റ് മേഖലയോടുള്ള ആ വൈകാരികമായ പൊക്കിൾക്കൊടി ബന്ധം അവരുടെ പ്രസ്താവനയിലൂടെ, ഈ പെൺകുട്ടിയോട് അല്പം പോലും കരുണ കാണിക്കാതെയുള്ള ഈ പ്രസ്താവനയിലൂടെ തെളിഞ്ഞ് വന്നിരിക്കുകയാണ്.